ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്പാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ടെമു ആപ്പ്. ഈ ആപ്പിനെ കുറിച്ച് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ ആപ്പ് എന്താണ്, ഇതിൽ എന്തൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും, അതുപോലെ ഇത് എങ്ങനെ യൂസ് ചെയ്യാം, പിന്നെ പ്രധാനമായും ഇതിലെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ എന്താണ് ടെമു ആപ്പ്? സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നിങ്ങൾക്ക് സൂപ്പർ ചീപ്പ് പ്രൈസിൽ ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് കിട്ടുന്നത്. റിയലി അഫോർഡബിൾ ആണ്. പിന്നെ എല്ലാ കാറ്റഗറീസിലുമുള്ള പ്രൊഡക്ട്സ് ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആണ്. അപ് ടു 90% വരെ ഓഫ് കിട്ടുന്നുണ്ട്. ഫ്രീ ഷിപ്പിംഗ് ആണ്, ഫ്രീ റിട്ടേൺ ആണ് അപ് ടു 90 ഡേയ്സ്. സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബഡ്ജറ്റ് ഷോപ്പിങ്ങിന് പറ്റിയ ഒരു പെർഫെക്റ്റ് ആപ്പാണ് ടെമു ആപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമു പ്രൊഡക്ട്സിൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ ആണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ള് കണ്ടോളൂ. ഇതുവരെ ടെമു ആപ്പ് യൂസ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ചാൻസ് ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് വേണ്ടി ഒരു €100 കൂപ്പണിൻ്റെ ബണ്ടിലുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴിയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ഓപ്ഷനിൽ നിങ്ങൾക്ക് ഞാൻ ഈ കാണിക്കുന്ന കോഡ് എൻ്റർ ചെയ്യാവുന്നതാണ്. ഈ കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ €100 കൂപ്പൺ ബണ്ടിൽ ആക്ടിവേറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ ഈ ആപ്പ് എന്താണെന്നുള്ളതും ഈ കൂപ്പൺ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും റിവ്യൂവും എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് കിച്ചണിലും അല്ലെങ്കിൽ ബെഡ്റൂമിൽ ഇപ്പോൾ വാർഡ്രോബ്, ചെറിയൊരു വാർഡ്രോബ് പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി നമുക്ക് ഇതിൽ വീലുണ്ട്, നമുക്കിത് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ 4 വീലാണ് നമുക്കിതിൽ വരുന്നത്. 3 ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്തു. വീൽ ഇങ്ങനെ ഇരിക്കും. ഇത് നമുക്ക് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റാം. ഇതിവിടെ നമുക്കൊരു ഹോളുണ്ട്. ആ ഹോളിലോട്ട് ഇത് വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീല് നമുക്ക് സെറ്റായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്, ലാസ്റ്റ് അല്ല ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ അതെ, ഇത് ജസ്റ്റ് ഈ 2 സൈഡും ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. നമ്മൾ ബാക്കിൽ ഈ ഒരു പോർഷൻ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു ക്ലിപ്പ് ഉണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഹോളിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലോക്കായി. അത് കഴിഞ്ഞതാ ഫ്രണ്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ ലോക്ക് ചെയ്യിക്കുക. ഇതാണ് ഇതിൻ്റെ ഡോർ ഓപ്പൺ വരുന്നത്. ഇതിൻ്റെ മുകളിലോട്ടുള്ള പാർട്സ് നമുക്ക് അടുത്തത് വയ്ക്കാം. ഇതാണ് നെക്സ്റ്റ് പാർട്ട്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് 2 സൈഡിലുമായിട്ട് ക്ലിപ്പ് വരുന്നുണ്ട് കേട്ടോ. ലോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ആദ്യം 2 സൈഡും ലോക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക. ആദ്യം നമുക്ക് ബാക്ക് പോർഷൻ ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് പോർഷൻ. ഇനി നെക്സ്റ്റ് പാർട്ട്, ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്. ഇതിങ്ങനെ ആക്കി കൊടുക്കാം. നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഒരു പാർട്ടും കൂടി വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു അവസാനത്തെ ഈ ഒരു പോർഷനും കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലോക്കായി. ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഓർഗനൈസർ വരുന്നത്. നമുക്കിത് വേണമെങ്കിൽ കിച്ചണിലും യൂസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തുണികളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനായിട്ടും ഇത് യൂസ് ചെയ്യാം. ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഞാനിത് ബെഡ്റൂമിലാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു ഓർഗനൈസറാണ്. ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നല്ലൊരു ഓർഗനൈസറാണ് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ഒതുങ്ങിയിരുന്നോളും. അതിൻ്റെ മുകളിലും നമുക്കിങ്ങനെ കുറച്ച് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ അവൻ്റെ പാമ്പേഴ്സ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഞാൻ എൻ്റെ കുറച്ച് ഫേവറേറ്റ് പ്രൊഡക്ട്സ് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതിൽ ആദ്യം വരുന്നത് ഈ ഒരു ബാഗാണ്. ഒരു ബാഗാണ് വരുന്നത്. ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നല്ല സ്പേസ് ഉള്ള ലാപ്ടോപ്പ്, അതേപോലെ കുറേ സാധനങ്ങൾ വയ്ക്കാൻ പറ്റുന്ന ഉള്ളിൽ നല്ല സ്പേസ് ഉള്ള ഒരു ബാഗാണ് കേട്ടോ. ഒരു ബാഗാണ് വരുന്നത്. നമുക്ക് ഫ്രണ്ടിലും ഇവിടെ കുറച്ച് ഒരു സിബ്, ഒരു എന്താ പറയുക, ഒരു പോർഷൻ ഉണ്ട് നമുക്ക് സാധനങ്ങൾ വെക്കാനായിട്ട്. പിന്നെ നമുക്കിവിടെ ബോട്ടിൽ വെക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. ബോട്ടിൽ അല്ലെങ്കിൽ ഫോണൊക്കെ കൊള്ളുന്ന രീതിയിലുള്ളൊരു പോർഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇതിട്ട് കാണിച്ചു തരാം. റോസ് കളറിലാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ പല കളേഴ്സും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്ക് ലാപ്ടോപ്പും കൊള്ളും, അതല്ലാതെയുള്ള കുറേ ഐറ്റംസും ഇതിൽ കൊള്ളും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു
കള്ളിയും കൂടിയും വരുന്നുണ്ട്. നല്ലൊരു ബാഗാണ്. അപ്പോൾ ഇത് സെയിം വേണം എന്നുണ്ടെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. അടുത്തത് ഈ ഒരു ജാക്കറ്റാണ് കേട്ടോ. നമുക്ക് സ്പ്രിംഗ് ഓട്ടം സീസണിലൊക്കെ ഇടാൻ പറ്റുന്ന, വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ജാക്കറ്റാണ്. ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത് കേട്ടോ. ഫ്രണ്ടിൽ സിബ് വരുന്നുണ്ട്. ഇതാ ഇട്ട് കാണിച്ചു തരാം. സോ ഇങ്ങനെയാണ് ജാക്കറ്റ് വരുന്നത്. ജാക്കറ്റ് എത്രത്തോളം എനിക്ക് ചേരുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ ജാക്കറ്റ് നല്ല കംഫർട്ടബിൾ ഉണ്ട് ഇടാനായിട്ട്. വിൻ്റർ ടൈമിൽ പറ്റില്ല, പക്ഷേ നമ്മുടെ അത്യാവശ്യം ചൂട് കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് സ്പ്രിങ്ങും ഓട്ടം സീസണിലൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജാക്കറ്റാണ് കേട്ടോ. ഇനി അടുത്തതും ഒരു ഡ്രസ്സ് തന്നെയാണ്, ഒരു ടോപ്പാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഒരു യെല്ലോ കളറാണ് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ യെല്ലോ കളറിൽ വരുന്ന വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഇത്. എനിക്കിഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. പിന്നെ അത്യാവശ്യം ലെങ്ത്തും ഉണ്ട്. പിന്നെ അത്യാവശ്യം സ്പ്രിങ് വിൻ്റർ ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, കുറച്ച് ചൂടൊക്കെ തരുന്ന നല്ല അടിപൊളി ടോപ്പാണ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഞാൻ കുറേ കാലങ്ങളായിട്ട് വാങ്ങിക്കണ്ടേന്നൊക്കെ ആലോചിച്ച് വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡംബലാണ് കേട്ടോ. അപ്പോൾ 5 കിലോ വരുന്ന ഒരു പെയർ ഡംബലാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഈ ഒരു ഡംബലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ kg നമുക്ക് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം, വെയിറ്റ് കുറയ്ക്കുകയും കൂട്ടും ചെയ്യാം. അപ്പോൾ നമുക്കിത് ഊരിയെടുക്കാം, പിന്നെ ഇതിൽ വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം. അങ്ങനത്തെ ഒരു ഡംബലാണിത്. അപ്പോൾ ഇത് 5 kg വരുന്നുണ്ട്, ഇത് 5 kg വരുന്നുണ്ട്. ഇനി ഇതിൽ ഒരു ബുക്കുണ്ട്, ചെറിയൊരു നോട്ട്. അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കിലോയാണ് ഓരോ പീസും വരണേ എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിൽ എക്സ്ട്രാ നമുക്ക് ഇവർ 4 പീസ് തന്നിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം, വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ട. പിന്നെ 2 സ്ക്രൂ ഡ്രൈവർ തന്നിട്ടുണ്ട്. ഇത് നമുക്കിത് പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യണേ, എങ്ങനെയാണ് ഇത് റിമൂവ് ചെയ്യണേ എന്നുള്ളത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഈ ഡംബലിൽ കാണാൻ പറ്റും 3 പാർട്ടാണ് വരുന്നത്. അതിൽ ഈ മുകളിലത്തെ പാർട്ട് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ഈ ഒരു ലോക്ക് ഉണ്ടല്ലോ, ഇത് നമ്മൾ അടിയിലോട്ടാക്കുക. എന്നിട്ട് മുകളിലത്തെ പാർട്ട് ഇതിങ്ങനെ ഫ്രണ്ടിലോട്ട് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് ഫിക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് താഴത്തോട്ടാക്കുക. അതിനുശേഷം ഇതും ഇങ്ങനെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് ലോക്കാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രസ് മുകളിലോട്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലോക്കായിട്ടാണ്. അപ്പോൾ അതെ ഊരിപ്പോവോ എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട, സേഫാണ്. ഞാൻ ഓൾറെഡി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അടിപൊളിയാണ്. അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നല്ലൊരു എസ്തറ്റിക് ലുക്കൊക്കെ കിട്ടുന്ന, നമുക്ക് കിച്ചണിൽ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പാച്ചുല ഹോൾഡറാണ്. ഇതാ ഞാൻ കുറേ കാലമായി ഇങ്ങനത്തെ ഒരു ഐറ്റം വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇത് നമുക്ക് പല കളേഴ്സിലും വരുന്നുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. അപ്പോൾ അതാ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്പാച്ചുല ഇട്ട് വെക്കുന്ന ടൈമിൽ ഇപ്പം എന്തെങ്കിലും വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഹോള് വഴി അത് പുറത്തോട്ട് പോവില്ല. അതിന് പകരം അത് സ്റ്റോർ ചെയ്യാനായിട്ട് ഇതാ നമുക്ക് ഇങ്ങനത്തെ ഒരു പോർഷനും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മളിത് കിച്ചണിൽ വയ്ക്കാം. രസമല്ലേ കാണാനായിട്ട്. ഈ അടുത്തൊരു പ്രൊഡക്റ്റ് നല്ല വെയിറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് 4 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടി. അതായത് 27 കിലോ വരുന്ന 2 ബോക്സിലായിട്ടാണ് ഇത് വന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലോട്ട് ഒരു വാർഡ്രോബ് ഞങ്ങൾക്ക് വേണമായിരുന്നു. അപ്പോൾ അതാണ് എത്തിയിരിക്കുന്നത്. ഇനി ഈ 2 ബോക്സിലും സെയിം മെറ്റീരിയൽസ് തന്നെയാണ് വരുന്നത്. പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. ഒട്ടും ഡാമേജ് ഇല്ലാതെ ആണ് പാക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. മൊത്തം സേഫ് ആയിട്ടുള്ള പാക്കിംഗ് ആയിരുന്നു. ഇനി ഈ 2 ബോക്സിലും നേരത്തെ പറഞ്ഞ പോലെ സെയിം മെറ്റീരിയൽസ് ആണ്. അതേപോലെ തന്നെ ഈ 2 ബോക്സിലും നമുക്ക് കുഞ്ഞേ വേറെ ബോക്സ് ഉണ്ടായിരുന്നു. അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫിറ്റ് ചെയ്യാനായിട്ടുള്ള സ്ക്രൂ, ആണി അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. ഒരെണ്ണം പോലും മിസ്സിങ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പകരം എക്സ്ട്രാ നമുക്ക് 2-3 എണ്ണം അവർ കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് സ്റ്റിക്കേഴ്സ് ആണ്. ഇത് നമ്മുടെ മൊത്തം പണി കഴിഞ്ഞിട്ട് വാർഡ്രോബിൽ ഇപ്പോൾ ആണി, സ്ക്രൂ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പുറത്തോട്ട് കാണാതിരിക്കാനായിട്ട് നമുക്ക് അവിടെ ഒട്ടിക്കാൻ കിട്ടുന്ന സ്റ്റിക്കേഴ്സ് ആണ്. അത് ഞാൻ അവസാനം കാണിച്ചു തരാം. പിന്നെ 2 ബോക്സിലുമായിട്ടും അവർ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഇത് ഫിറ്റ് ചെയ്യണം, ആദ്യം എവിടുന്ന് തുടങ്ങണം എന്നുള്ളതൊക്കെ. ആദ്യം അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് കിളി പറയെങ്കിലും പിന്നെ നമ്മൾ എല്ലാ പാർട്സും എടുത്ത് വെച്ച് കഴിഞ്ഞ് ഓരോന്ന് സെറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എളുപ്പമായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനത്തെ പണിയിലോട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് സ്ക്രൂ ഒക്കെ ഞാൻ സ്റ്റിക്കേഴ്സ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ഫൈനൽ ലുക്ക് ഇതാണ്. നമുക്ക് A or B ഇങ്ങനെ സെലക്ട് ചെയ്യാമായിരുന്നു. അതായത് വാർഡ്രോബിൻ്റെ ഡിസൈൻ ഏത് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യായിരുന്നു.
ഞങ്ങൾ എ ആണ് സെലക്ട് ചെയ്തത്. അതിനൊരു 180 സെൻറ്റിമീറ്റർ ലെങ്ത്ത് വരുന്ന ഒരു വുഡ് ബേസ്ഡ് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു അത്യാവശ്യം കള്ളികളൊക്കെയുള്ള സ്പേസ് ഉള്ള എന്നാൽ ഒരു മുക്കിൽ ഒതുങ്ങിയിരിക്കാൻ പറ്റുന്ന നല്ലൊരു വാർഡ്രോബായിരുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ്, നമുക്ക് വീട്ടിൽ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഓർഗനൈസർ ആണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അത്യാവശ്യം വെയിറ്റ് താങ്ങാൻ പറ്റുന്ന ഒരു ഓർഗനൈസർ ആയിരുന്നു നോക്കിയിരുന്നത്. അപ്പോൾ അത് നമുക്ക് ടെമു ആപ്പിൽ നിന്ന് കിട്ടി. ഇതും വുഡ് ബേസ്ഡ് മെറ്റീരിയൽ ആണ് വരുന്നത്. പിന്നെ ഇതിൽ സ്റ്റാൻഡായിട്ട് വന്നിരിക്കുന്നത് മെറ്റലാണ്. അതേപോലെ 4 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് വീട്ടിൽ ഡെലിവറി ആയി കിട്ടിയിട്ടാണ്. ഇതിലും ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. ഇൻസ്ട്രക്ഷൻസും പിന്നെ നമ്മുടെ സ്ക്രൂ ആണി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വായിച്ച് അത് പ്രകാരം നമ്മളിത് ആ സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫിക്സ് ചെയ്യാനായിട്ട് വലിയ പാടുണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ പണി കഴിഞ്ഞായിരുന്നു. കുറച്ചുകൂടി എളുപ്പമായിരുന്നു. അങ്ങനെ അതാ ആ മുക്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഒതുങ്ങിയിരിക്കുന്നുണ്ട്. നല്ല പോലെ വെയിറ്റൊക്കെ താങ്ങാൻ പറ്റുന്ന നല്ല ഉറപ്പുള്ള സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഡെക്കോർ ഐറ്റംസ്, പിന്നെ ഞങ്ങളുടെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ്, പിന്നെ ബുക്സൊക്കെ വെച്ച് അതൊന്ന് ഫില്ലാക്കിയിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റാൻഡ് നമുക്ക് ചുമരിനോട് ചേർത്ത് വെക്കാനായിട്ടുള്ള എക്സ്ട്രാ ഫിറ്റിങ്ങും കൂടി ഉണ്ട്. പക്ഷെ ഞങ്ങളത് ചെയ്തിട്ടില്ല. പക്ഷെ ആ ഒരു ഫിറ്റിങ്ങും കൂടിയും ഇതിൽ വരുന്നുണ്ട്. ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് ഞാൻ കിച്ചണിലോട്ട് വാങ്ങിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഒരു ഓർഗനൈസറാണ്. നമ്മുടെ ഉപ്പ്, മുളക്, പിന്നെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ മറ്റു ഓയിൽ, ഇങ്ങനത്തെ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യണ സമയത്ത് ആവശ്യം വരുന്ന ഐറ്റംസൊക്കെ നമ്മുടെ കുക്ക് ടോപ്പിന് അടുത്തായിട്ടിരിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അത് അവിടെ നല്ല പോലെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രയും ഭംഗിയായിരിക്കില്ലേ കാണാനായിട്ട്. അപ്പോൾ അതിന് പറ്റിയൊരു ഓർഗനൈസറാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതാണ് സ്റ്റാൻഡ് വരുന്നത്, മെറ്റലിൻ്റെ ആണ്. പിന്നെ വുഡ് ബേസ്ഡ് മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെയും വരുന്നത്. ഹോൾഡ് ചെയ്യുന്ന മെറ്റീരിയൽ ഇങ്ങനത്തെയാണ് വരുന്നത്. പിന്നെ ഇതിലും ആണി, സ്ക്രൂ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഫിക്സിങ്ങും വളരെ എളുപ്പമായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. സോ ഇതാണ് നമ്മുടെ ഓർഗനൈസറിൻ്റെ ഫൈനൽ ലുക്ക്. അത്യാവശ്യം വെയിറ്റ് താങ്ങാൻ പറ്റുന്ന നല്ല ഒരു ഓർഗനൈസറായിരുന്നു ഇത്. ഇനി ഇതിൽ ഞാൻ വെച്ചിരിക്കുന്നത് ഉപ്പ്, മുളക്, ഓയിൽ, പിന്നെ ഒരു കുഞ്ഞൊരു ചെടിച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അത്യാവശ്യം സ്പേസ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഐറ്റംസ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാമെന്നുള്ളൂ. ഞാൻ പക്ഷേ എനിക്ക് ആവശ്യത്തിനുള്ളത് മാത്രമാണ് വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പ്രൊഡക്റ്റ് ഹോണസ്റ്റ് റിവ്യൂ വീഡിയോ, അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുവരെ ടെമു ആപ്പ് യൂസ് ചെയ്യാത്തവരാണ് എങ്കിൽ നിങ്ങൾ ടെമു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്കാണ് ഈ ചാൻസ് ഉള്ളത്. €100 കൂപ്പണിൻ്റെ ചാൻസ് ഉള്ളത്. ടെമു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന കോഡ് എൻ്റർ ചെയ്യുക. സെർച്ച് ബാറിൽ തന്നെ എൻ്റർ ചെയ്യുക. ഒരിക്കലും കാർട്ടിൽ എൻ്റർ ചെയ്യരുത്. സെർച്ച് ബാറിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ €100 കൂപ്പൺ ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും. ഇനി ഓൾറെഡി ടെമു ആപ്പ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ഓഫേഴ്സ് കിട്ടും. പക്ഷേ ഓഫേഴ്സ് വാരി ചെയ്യും. എങ്കിലും നിങ്ങൾക്ക് അപ് ടു 90% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് ഓരോ സിംഗിൾ പ്രൊഡക്റ്റിനും. ഈ ഒരു മിനിമം ഓർഡർ പർച്ചേസ് ഉണ്ടായിരിക്കും, എങ്കിലാണ് ഓഫേഴ്സ് നമുക്ക് കിട്ടുള്ളൂ. അത് പക്ഷേ നിങ്ങൾക്ക് ആപ്പിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.